ഇന്ന് രാവിലെ 10:15 പൊങ്കാല അടുപ്പുകളിലേക്ക് തീ പകരും. 9:45 പുണ്യാഹത്തോടെയാണ് പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകുക. അപ്പോൾ പണ്ടാര അടുപ്പിൽ തീ പടരുന്നതോടെ ഔദ്യോഗികമായി ആറ്റുകാൽ പൊങ്കാല ആരംഭിക്കും. സിനിമാ താരം ആനിയുടെ വീട്ടിലുള്ള പ്രവിത ലക്ഷ്മിയുണ്ട്. അതുപോലെ സ്മിത ഹരിദാസുമായി ശ്രീകാന്തും സുജിത് സുരേന്ദ്രനും ഒക്കെ നമുക്കൊപ്പം ചേരും. ആദ്യം പ്രവിത ലക്ഷ്മിയിലേക്ക്. പ്രവിത, ആരൊക്കെയാണ് നമ്മുടെ താരങ്ങൾ ഇത്തവണ എത്തിയിരിക്കുന്ന വിവരങ്ങൾ? ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പഴയകാല നടി ആനിയുടെയും ഒപ്പം സംവിധായകൻ ഷാജി കൈലാസിന്റെയും വീട്ടിലാണ്. ഇവിടെ പതിവായി അവർ പൊങ്കാല അർപ്പിക്കാറുണ്ട്. ഇതിപ്പോൾ 3 വർഷമായിട്ട് അടുപ്പിച്ച് ഇവർ വീട്ടിൽ തന്നെയാണ് പൊങ്കാല അർപ്പിക്കുന്നത്. അപ്പം നമുക്ക് അത് ആനി ചേച്ചി ചേരുന്നുണ്ട്. കൂടുതൽ വിശേഷങ്ങൾ ആനി ചേച്ചിയോട് തന്നെ ചോദിക്കാം. ആദ്യം തന്നെ പൊങ്കാല ആശംസകൾ ആനി ചേച്ചി. താങ്ക് യു. വിഷ് യു ദി സെയിം. താങ്ക് യു. അപ്പം ഞാൻ ആദ്യം ശ്രദ്ധിച്ച എന്താണെന്നറിയോ, ഇപ്പം സാധാരണ വീട്ടിൽ നമ്മൾ ഇടുമ്പം ഒരാൾക്കുള്ളത് വെക്കാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പം ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് കുറേ കലങ്ങളുണ്ടല്ലോ. അപ്പൊ ആരൊക്കെ വരുന്നുണ്ട് ഇവിടെ? അതെ, എല്ലാ കൊല്ലവും ഞാൻ ഒരാളായിട്ട് വെച്ച് തുടങ്ങിയതാ. പക്ഷെ എല്ലാരും വരും. ലളിത ചേച്ചി എന്റെ ചേച്ചിയായിട്ടാ. അപ്പൊ ചേച്ചിയൊക്കെ എല്ലാ കൊല്ലവും ഇവിടെ വന്ന് എന്റെ കൂടെ വന്ന് ചേർന്ന് ഒരുമിച്ചിടുമ്പോ ഒരു സന്തോഷം. അപ്പം തന്നെ ആ നടുക്കുള്ള ആ പാത്രം അത് മറ്റേ മൺകല അല്ല, അതെന്നാന്നോ, ഇവിടെ ഏട്ടന്റെ അമ്മ പൊങ്കാല ഇടുന്ന സമയത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാ. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇട്ടപ്പോഴത്തേക്ക് കലം ഇടാൻ തുടങ്ങി. അന്നേരം ഈ കലം പൊട്ടാൻ പാടില്ല, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, മോൾ ഒരു കാര്യം ചെയ്യും, അമ്മ ഇട്ടോണ്ടിരുന്ന ഉരുളി തന്നെ ഇട്ടോ, പൊങ്കാലയ്ക്ക് വേണ്ടി മാറ്റി വെച്ചു, എല്ലാ കൊല്ലം അതിലങ്ങ് ഇട്ടാൽ മതി. അപ്പൊ പൊട്ടുന്നുള്ള പേടി മോക്ക് വേണ്ട, അതിപ്പം സുരക്ഷിതമായിട്ടിരിക്കും, അതൊരു ട്രഡീഷണൽ ആയിട്ട് അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മ തന്നതാ. അപ്പൊ അതിൽ തന്നെ ഞാൻ ചെയ്യുന്നു. പൊങ്കാല എന്ന് പറയുന്നത് ഒരു ഒത്തുചേരലിന്റെ കൂടി സമയമാണല്ലോ. അപ്പം ഇവിടേക്ക് ഇപ്പൊ ഈ വരുന്ന ആളുകളൊക്കെ സുഹൃത്തുക്കളൊക്കെ തന്നെയായിരിക്കും. അതെ, അറിഞ്ഞും കേട്ടും വരുന്നവരുണ്ട്. ഇപ്പൊ എറണാകുളത്ത് നിന്ന് വന്നവരുണ്ട്. അപ്പൊ ഇതെല്ലാരും ഈ പറഞ്ഞ പോലെ എനിക്ക് ദൈവം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എന്റെ വീട്ടില് വർഷം തോറും ഒരടുപ്പ് കൂടിയാലേ ഉള്ളൂ. അത് ശരിക്കും അമ്മയുടെ അനുഗ്രഹമാണ്. അപ്പൊ പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ചേച്ചി നല്ല കുക്കിംഗ് പരീക്ഷണമൊക്കെ നടത്തുന്നതാണ്, അതൊക്കെ വളരെ ഫേമസ് ആണ്. അപ്പം ഇന്ന് എങ്ങനെയാണ് ഇവിടുത്തെ ഭക്ഷണമൊക്കെ? അങ്ങനെയൊന്നുമല്ല, നോർമൽ ഭക്ഷണമേ ഉള്ളൂ. എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇടുമ്പത്തേനും അടുക്കള കയറി ഒന്നും ഉണ്ടാക്കാൻ ഒക്കത്തില്ല. അത് മാത്രമല്ല, നോർമൽ ഭക്ഷണം. പിന്നെ എന്നാന്ന് വെച്ചാൽ പൊങ്കാല എല്ലാരും ഇടുന്ന കൂട്ട് പോലെ തന്നെ അമ്മ പഠിപ്പിച്ചെന്ന രീതിയിലായിടുന്നത്. അപ്പൊ ഷാജി കൈലാസ് സാർ ഇവിടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വരൂ സർ. അപ്പം പൊങ്കാലയ്ക്ക് സാധാരണ അങ്ങനെ എപ്പോഴും കാണാറില്ല, ഇപ്പൊ ഇന്നുണ്ടല്ലോ. ഇപ്രാവശ്യം ഞാൻ പേടിപ്പിച്ച് വരുത്തിയതാ. എന്നാന്ന് വെച്ചാൽ എന്റെ ഷൂട്ട് തുടങ്ങാൻ പോവാ. അന്നേരം ഞാൻ പറഞ്ഞു, അമ്മയുടെ അനുഗ്രഹം വേണമെങ്കിൽ വന്നേച്ചാൽ മതി തന്നെ. അപ്പൊ എന്നോട് അവിടെ ആദ്യം പറഞ്ഞു, ഞാൻ ഇവിടെ ചെയ്യാം, അവിടെ ഇട്ടോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പിന്നെ റെക്കമെൻഡേഷൻ ഒന്നും നടക്കുകയല്ല, വേണേ നേരിട്ട് വന്ന് മേടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ പുതിയ സിനിമയുടെ ഷൂട്ട് നടക്കുകയാണ്, എങ്ങനെയുണ്ട്? നമ്മൾ April 15 സ്റ്റാർട്ട് ചെയ്യുന്നു. സ്ക്രിപ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, സാജൻ AK സാജൻ ജോജു ആണ് അതിന്റെ ഹീറോ. അപ്പൊ അത് ഹൈ റേഞ്ചിലാണ് ഫിലിം. ഞാൻ കേട്ടിട്ടുണ്ട് പൊതുവെ സ്ത്രീകളാണ് പൊങ്കാല അർപ്പിക്കുന്നതെങ്കിൽ അങ്ങിങ്ങായി ഓരോ പുരുഷന്മാരൊക്കെ ഇങ്ങനെ ഇടുന്നത് കേട്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഇടാറുണ്ട്. ഞാൻ കുറച്ച് നമ്മുടെ വകയായിട്ട് ഒരു അരി അതിനകത്ത് ഇടും, അരി ഇടും. ഇല്ല, ഇട്ടില്ല, സ്വയം കുട്ടികൾ ഇട്ടിട്ടുണ്ട്. മകനുണ്ടെന്ന് തോന്നുന്നല്ലേ ഇവിടെ? ഇളയാള് വന്നിട്ടുണ്ട്, അയാളെ കൊണ്ടും കൂടെ അയാൾക്കൊക്കെ ഇഷ്ടമായതല്ലേ. അപ്പൊ ഇവിടെ ആന്നു ഇടുന്നെങ്കിലും ഇവര് കുറച്ച് കഴിഞ്ഞ ആൺകൊച്ചുങ്ങളല്ലേ, അന്നേരം പുറത്തോട്ടൊന്ന് പോയി ആ ഉത്സവത്തിന്റെ ഓളം ഒന്ന് ഇഷ്ടപ്പെടാനായിട്ട് പുറത്തു പോകും. അപ്പൊ ഇന്ന് ഫുൾ ഇവിടെ തന്നെയാണോ, അതോ ഇനി ഉത്സവം കാണാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ? ഇല്ല, പിള്ളേരെല്ലാം പോകുന്നുണ്ട്, ഞാനിവിടെ തന്നെ ആയിരിക്കും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ ആഴ്ച അമ്മ തന്നെ ഇരിക്കുമ്പോൾ അമ്മയെ കണ്ട് തൊഴണം എന്നുണ്ട്. എന്തായാലും പൊങ്കാലയായിട്ടുള്ള തിരക്കൊക്കെ നടക്കട്ടെ. അപ്പൊ എല്ലാവിധ ആശംസകളും സിനിമയ്ക്ക്. അതാണ്, അപ്പൊ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള നല്ല തിരക്കിലാണ്. ആനി ചേച്ചിക്ക് ഒരു അന്വേഷണം പറഞ്ഞേക്കുക, നല്ല ഭക്ഷണം വെച്ചു കൊടുക്കാൻ പറയാം ഷാജി കൈലാസിന്. സിനിമ പിടിക്കാനുള്ള ആരോഗ്യം നിലനിൽക്കണ്ടേ? തീർച്ചയായിട്ടും അന്വേഷണം ഉണ്ട് കേട്ടോ രണ്ടുപേർക്കും.